ഹലോ എക്സാമിനർ ഫാമിലി, നിങ്ങളെല്ലാവരും സോഷ്യൽ പരീക്ഷ തകർത്താണ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്കറിയാം. കാരണം പലരും എന്നോട് മാത്രമല്ല, നമ്മുടെ എക്സാമിനർ ടീം, എക്സാമിനർ ടീച്ചേഴ്സ്, അനു മിസ്, കിരൺ സാർ, അലൻ സാറിനോടൊക്കെ, അതുപോലെ നമ്മുടെ മെൻറ്റേഴ്സിനൊക്കെ നിങ്ങൾ മെസ്സേജ് അറിയിച്ചിട്ടുണ്ട്, സോഷ്യൽ തകർത്തു മിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നടന്ന മാരത്തോൺ ലൈവ്സിൽ കറക്റ്റായിട്ട് പങ്കെടുത്ത് പഠിച്ച സ്റ്റുഡൻസിനൊക്കെ എന്താണ് A+ ഉറപ്പിച്ചിട്ടായിരിക്കും നിങ്ങളിവിടെ ഇരിക്കുന്ന എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ആകെയുള്ള ചോദ്യം, എക്സാമിനർ സ്റ്റുഡൻസ് സോഷ്യൽ പരീക്ഷ വന്നപ്പോൾ സ്റ്റൈലായിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇനി ആകെയുള്ള ചോദ്യം, അടുത്ത പരീക്ഷകൾ ഇനിയാണ് നമ്മുടെ ഏറ്റവും ക്രൂഷ്യലായിട്ട് വരുന്ന പരീക്ഷകൾ. പക്ഷേ അതേ സമയം എന്താണ്, നമ്മൾ ഓൾറെഡി ഫുൾ പഠിച്ച് റെഡി ആയിട്ടിരിക്കുന്ന നമ്മുടെ സയൻസ് സബ്ജക്റ്റ് കയറി വരാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം നേരിടേണ്ട 2 ആൾക്കാരാണ്. 2 ആൾക്കാരെ ഒരുമിച്ചല്ല നേരിടേണ്ടത്, പക്ഷേ ആ 2 ആൾക്കാരുടെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ആൾക്കാരെയും ഒരുമിച്ച് നേരിടുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് മനസ്സിൽ ഉറപ്പിക്കുന്നു. ഒന്ന് നമ്മുടെ മാത്സ് 19-ാം തീയതി നടക്കാൻ പോകുന്ന നമ്മുടെ മാത്സ്, പിന്നെ ഒരു ദിവസം ഗ്യാപ്പിന് ശേഷം 21-ാം തീയതി നടക്കുന്ന നമ്മുടെ ഫിസിക്സ്. ഓക്കെ, അപ്പോൾ 2നെ കൂടെ നമ്മൾ ക്ലബ് ചെയ്ത് ആ 2 പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യണം. കാരണം 19-ാം തീയതി മാത്സിന് മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ, ഈ ദിവസങ്ങൾ ഉപയോഗിച്ചാൽ ആ ഫിസിക്സിന് ആകെ ഒരു 20-ാം തീയതി കിട്ടുള്ളൂ. അത് മാത്രം മതിയോ? പോരാ. ഓക്കെ, അപ്പോൾ 2ന് കൂടി നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലാൻ ആയിട്ടാണ് എക്സാമിനർ ഇവിടെ വന്നിരിക്കുന്നത്. ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് എക്സാമിനറിൻ്റെ ലൈവ് ക്ലാസ് കണ്ടുകൊണ്ട് എങ്ങനെ പഠിക്കാമെന്നുള്ള കറക്റ്റ് പ്ലാനായിട്ട്, കറക്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരും. അത് കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് സയൻസ്, അതായത് ഫിസിക്സിലും മാത്സിലും A+ ഉറപ്പിക്കാം. അത്രയേ ഉള്ളൂ. ഫിസിക്സിലും മാത്സിലും A+ ഉറപ്പിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വരുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നേരിടാം. ഓക്കെ, അപ്പോൾ ടൈം ടേബിൾ റിവീൽ ചെയ്യാൻ പോവാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് ടൈം ടേബിൾ ആണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് വേഗം പറഞ്ഞു തരാം. അതിനുശേഷം എന്താണ്, നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ PDF കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തെടുക്കുക, സേവ് ചെയ്ത് വെക്കുക, കറക്റ്റായിട്ട് വന്ന് ക്ലാസ്സിലിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യും. നാളെ ബുധനാഴ്ച 11 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. മാത്സിൻ്റെ ഫസ്റ്റ് 3 ചാപ്റ്റർ വെച്ചിട്ട് പെട്ടെന്ന് ആ 3 ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യും. പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യും. അതായത് ആ 3 ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആക്കി തരും. അതിനുശേഷം എന്താണ്, അതേ ദിവസം നാളെ തന്നെ 7:30 ഫിസിക്സിൻ്റെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, കാരണം ഫിസിക്സും നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകണം, അല്ലെങ്കിൽ സമയമുണ്ടാവില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? 14 അതേപോലെ രാവിലെ മാത്സിൻ്റെ 4, 5, 6, ഫിസിക്സിൻ്റെ ഈവനിങ്. ഓക്കെ, 7:30. അപ്പോൾ 11 AM 7:30, 11 AM 7:30 ആണ് അതിൻ്റെ ഒരു പാറ്റേൺ. ഫിസിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ, കാരണം 3ാമത്തെ ചാപ്റ്റർ അത്യാവശ്യം വലുതാണ്. ഓക്കെ, നെക്സ്റ്റ് ഫ്രൈഡേ 11 o'clock ഫിസിക്സ് ആയിരിക്കും ഉണ്ടാവുക. കാരണം അന്ന് നമ്മുടെ പുലി അങ്ങ് ഡൽഹിയിൽ നിന്ന് ഇറങ്ങുന്ന രാവിലെ ആയതുകൊണ്ട് വൈകുന്നേരം ക്ലാസ് വെക്കേണ്ടി വന്നു. അപ്പോൾ നാളെ അല്ല, ഫ്രൈഡേ രാവിലെ ഞാനായിരിക്കും ഉണ്ടാവുക ഫിസിക്സിൻ്റെ 4ഉം 5 ചാപ്റ്റേഴ്സും. വൈകുന്നേരം അലൻ സാർ ആയിരിക്കും ഉണ്ടാവുക 7, 8, 9. ഓക്കെ, അതുപോലെ നമ്മളെന്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 16-ാം തീയതിയും ഇതേപോലെ രാവിലെയും വൈകുന്നേരം ആയിട്ട് എന്താണ് മാത്സും ഫിസിക്സും നടക്കും. പക്ഷേ ആ 16-ാം തീയതി നിങ്ങൾ നോക്കിയാൽ ഫിസിക്സിൻ്റെ കഴിഞ്ഞു, 6, 7 ചാപ്റ്റേഴ്സ് അതോടെ തീർന്നു. ഇനി 17 കഴിഞ്ഞാൽ പിന്നെ 19-ാം തീയതി മാത്സ് മാത്രമേ നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, 17 വരെ, 16-ാം തീയതി ഈവനിങ് വരെ രാവിലെ വരെ നമ്മൾ ഫിസിക്സ് കംപ്ലീറ്റ് തീർത്തു. ആ സമയം കൊണ്ട് നമ്മൾ ഫിസിക്സ് തീർത്തു, മാത്സും ഒരു റൗണ്ട് കംപ്ലീറ്റ് തീർത്തു. ഇനി നമ്മളെന്താണ് 17th 18th എന്താണ്, പിന്നെ ഫിസിക്സ് അവിടെ മാറ്റി നിർത്താം. ഫിസിക്സ് നമുക്ക് അതിനുശേഷം നോക്കാം. 17th 18th കംപ്ലീറ്റ് മാത്സിന് വേണ്ടി മാറ്റി നിൽക്കുക. അപ്പം ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഒരു മാത്സിന് വേണ്ടി മാറ്റി വെക്കാൻ പോവാണ്. 17th സൺഡേ കംപ്ലീറ്റ് ഡേ, മൊത്തം ദിവസം എന്താണ് നിങ്ങൾക്ക് മാത്സിൻ്റെ ലൈവ് ആയിരിക്കും ഉണ്ടാവുക. മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ചോദ്യങ്ങൾ, അങ്ങനെ ഓരോരോ സെഷനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ 17th അലൻ സാർ വന്നിട്ട് ലൈവിൽ ഡിസ്കസ് ചെയ്യും. അതുകൂടാതെ 18-ാം തീയതി എന്താണ് വീണ്ടും ഫുൾ ഡേ ആയിരിക്കും. 18-ാം തീയതി ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ ഒരൊറ്റ മാരത്തോൺ ലൈവ് ആയിരിക്കും. ആ ഒരൊറ്റ മാരത്തോൺ ലൈവും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാത്സിൽ നിങ്ങൾ A+ ഉറപ്പിച്ചു. പിന്നെ ഫിസിക്സിൽ A+ ഉറപ്പിക്കുന്ന കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ 7 ചാപ്റ്റേഴ്സ് ഓൾറെഡി കഴിഞ്ഞു. മാത്സ് പരീക്ഷ കഴിഞ്ഞു, 19-ാം തീയതി കഴിഞ്ഞു. 20-ാം തീയതി വീണ്ടും എന്താണ് ഫിസിക്സിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കൂടി ഒരു മാരത്തോൺ ലൈവ് ഉണ്ടാവും. അതും കൂടി കഴിഞ്ഞാൽ ഫിസിക്സിൽ A+ ഉറപ്പിച്ചു. ഇതിനേക്കാളും ബെസ്റ്റ് പ്ലാൻ നിങ്ങൾക്ക് ആരോട് ചോദിക്കാനും പറ്റില്ല, ആർക്കും തരാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് വന്ന് ക്ലാസ്സിൽ ഇരിക്കുക, അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടൈമിൽ മാത്രം എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എക്സാമിനർ കുറേ ബാച്ചസ് ഉണ്ട്, ഇൻറ്റേർണൽ ബാച്ചസ് ഉണ്ട്. യൂട്യൂബിൽ എന്താണ് CBSEയും +1ഉം +2ഉം കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ടൈമിൽ എന്താണ് ഒരു ക്ലാഷ് വരാം.
അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ട എന്താണ്, ടൈമിന് മാത്രമേ ചിലപ്പോൾ ക്ലാഷ് വരും, ബാക്കിയുള്ള പ്ലാൻ അതേപോലെ തന്നെ നിൽക്കും. അപ്പോൾ ടൈമിന് ക്ലാഷ് വരുന്ന കാര്യം നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ആകെ എന്ത് ചെയ്യുക, എക്സാമിനർ കമ്മ്യൂണിറ്റി ടാബ് ചെക്ക്, ഈ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും, അത്രയേ ഉള്ളൂ. അത് കൂടാതെ എന്താണ്, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല മിക്ക ലൈവിൻ്റെയും. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് കിട്ടും, വാട്സപ്പ് വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, യൂട്യൂബിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും. അപ്പോൾ ലൈവ് ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ്സാവാതിരിക്കുക, ലൈവ് ക്ലാസ് മിസ്സാവാതിരിക്കുക നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കാണാം. എന്ത് കാണാം? ഒരു ഗൂഗിൾ ഫോം കാണാം. അതിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, വാട്സാപ്പിലേക്ക് ലിങ്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ലൈവ് ക്ലാസ് മിസ്സാവില്ല. അപ്പോൾ കുറേ പേർക്ക് ലൈവ് ക്ലാസ് മിസ്സായി സങ്കടമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞത്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ അത് ഫില്ല് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ നിന്നായിരിക്കും വരാൻ പോകുന്നത് നിങ്ങൾക്ക് എന്ത്, ഈ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ്. പക്ഷേ അത് വരണമെങ്കിൽ, നിങ്ങൾ റിസീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തിടും കേട്ടോ. അപ്പോൾ ഈ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് സേവ് ചെയ്തിടാം ഫോണിൽ. നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഇങ്ങോട്ട് വന്നോളും. നിങ്ങളുടെ നമ്പർ വേറെ എങ്ങോട്ടും പോവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ മിസ്സാവാതിരിക്കാൻ വേണ്ടി ഈ പരിപാടി ഒന്ന് ചെയ്തിരിക്കുക, അത്രേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അത് കൂടാതെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ചാനലിന് കണ്ടോ, എക്സാമിനർ ക്ലാസ് ലെവൽ എന്ന് പറഞ്ഞ ചാനലുണ്ടോ, 50 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി 7000 പേരൊക്കെ ആക്കിയിട്ടുണ്ട്. എങ്കിലും എന്താണ്, നമ്മൾ പെട്ടെന്ന് 10,000 ആകണം. കാരണം നെക്സ്റ്റ് ഇയർ നിങ്ങളുടെ അഭിമാനമാകാൻ പോകുന്ന ചാനലാണ് ആ ചാനൽ. നിങ്ങൾ ഈ ചാനലില്ല, നിങ്ങൾ ഈ ചാനൽ ജൂനിയേഴ്സിന് വിട്ടു കൊടുക്കുക, നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോവുക, എന്നിട്ട് ഇവിടേക്ക് വരണം. അതിപ്പോൾ തന്നെ വന്ന് തുടങ്ങുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ചാനലിൻ്റെ. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ചാനലാണ്. അതുകൂടാതെ ഈ നീറ്റിൻ്റെ ചാനലും നിങ്ങളുടെ ചാനൽ. അപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ നമ്മൾ ആ 30K ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ആക്കണം, നിങ്ങളുടെ ചാനലാണ് അത് കേട്ടോ. നിങ്ങൾ ഈ ചാനലിനെ വളർത്തിയെടുത്ത പോലെ തന്നെ നിങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ തന്നെ വളർത്തിയെടുക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനി മാത്സും ഫിസിക്സും നമ്മൾ ഒരുമിച്ച് നേരിടും, ഫുൾ എനർജിയോടെ, ഫുൾ പവറോടെ. A+ ഉറപ്പാക്കിയിട്ട് A+ വാങ്ങിച്ചിട്ട് നമ്മളെന്താണ് പരിപാടി നിർത്തുള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനി നമുക്ക് ക്ലാസ്സിൽ കാണാം. നാളെ രാവിലെ 11 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും മാത്സ് വെച്ചിട്ട്. ഓക്കെ, ഫുൾ എനർജിയിൽ മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടി എല്ലാവരും എന്ത് ചെയ്യണം, വരണം.